ഉന്മേഷ്, എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും LDF ക്യാമ്പുകളൊക്കെ മൗനം പാലിക്കുകയായിരുന്നു. അത് ഉറപ്പായും ഗ്രൗണ്ടിൽ അവർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലായിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ വന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ്. ഇടതുമുന്നണി ക്യാമ്പിൽ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, അല്ലേ? എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നാണ് LDF പറയുന്നത്. തുടർഭരണം നേടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയും LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പുറത്തുവന്ന 9 സർവേ ഫലങ്ങളിൽ 5ലും NDA സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് BJPയുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട കണക്കുകൾ വെച്ചുള്ള കണക്കുകൂട്ടലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി എക്സിറ്റ് പോളുകൾ വരുന്നതോടുകൂടി മറ്റ് ചില സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിന് പകരുന്നതാണ് പുറത്തു വന്ന കണക്കുകൾ. ഒപ്പം തന്നെ LDF ക്യാമ്പിൽ സ്വാഭാവികമായും ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാകണം. അക്കൗണ്ട് തുറക്കുമെന്നുള്ള കണക്കുകൾ BJPക്ക് NDAക്ക് എത്രമാത്രം ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് മുന്നണികളുടെ ചർച്ചകൾ, കണക്കുകൂട്ടലുകൾ? അസിത, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDFനകത്ത് ചെറിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഇത്തരത്തിൽ എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത്. ഇതിനുശേഷം UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തെക്കൻ ജില്ലകളിലാണ് എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ പറയുന്നത്. വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും UDFന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോവും എന്നുള്ള ഒരു പ്രവചനം കൂടി പുറത്തു വന്നതോടുകൂടി UDF ക്യാമ്പുകൾ വീണ്ടും സജീവമാവുന്നു. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതൊന്നും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്തായാലും അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് LDF എത്തിയിരിക്കുന്നത്. LDF നേതാക്കൾ ഇക്കാര്യം ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നമുക്കറിയാം, ഇനി 5-ാമത്തെ ദിവസം കൃത്യമായൊരു വിവരം ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഈ കഴിഞ്ഞ കാലങ്ങൾ 2021-ലെല്ലാം തന്നെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ LDFന് അനുകൂലമായിരുന്നു നമ്മൾ കണ്ടതാണ്. ആ ഒരു അവസ്ഥ അത് തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചതും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായൊരു സൂചനയാണ് എന്നുള്ള ഒരു വിവരം അത് UDFനകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് UDF ക്യാമ്പുകൾ ഉള്ളത്. എന്തായാലും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VD സതീശനെയാണ് കൂടുതൽ ആളുകൾ ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ UDFൽ നിന്നാണെങ്കിൽ VD സതീശനെയാണ് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത്. രണ്ടാമത് 8% മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. KC വേണുഗോപാലിന് കേവലം 3% മാത്രമാണുള്ളത്. ഈ തർക്കങ്ങൾ വരും ദിവസങ്ങളിലും UDFലും കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഈ തർക്കമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും LDF ക്യാമ്പ് തൽക്കാലം ഒരു പ്രതികരണം ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ്. അസിത, ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.